പത്രക്കാർ റിനിയോട് ചോദിച്ചു, അല്ല ഈ അന്വേഷണ സംഘമൊക്കെ രൂപീകരിക്കാൻ പോകുന്നല്ലോ, നിങ്ങളുടെയൊക്കെ മൊഴിയെടുക്കാൻ പോകുന്നു, നിങ്ങൾ പോലീസിൽ പരാതി കൊടുക്കുമെന്ന് ചോദിച്ചപ്പോൾ റിനി പറഞ്ഞ രസകരമായൊരു മറുപടി ഉണ്ട്. അതൊന്ന് നിങ്ങൾ കേൾക്കാം. കാണണം അവരെന്താ പറയുന്നത് നോക്കണം. എന്താണ് പോലീസിൽ അറിയിക്കാൻ പോവുകയാണോ, പോലീസ് നിങ്ങളുടെ മൊഴി സ്വീകരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മൊഴി എടുക്കാൻ വേണ്ടി പോലീസ് എത്തും, നിങ്ങൾ മൊഴി കൊടുക്കുമോ, നിങ്ങൾ പോലീസിൽ പരാതിപ്പെടുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ പറയുന്ന പെൺകുട്ടി പറയുന്ന മറുപടിയാണ് നമ്മൾ കേൾക്കുന്നത്. സന്ദർഭത്തിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇപ്പൊ ഒരു ഓണത്തിന്റെ ഒക്കെ സമയമായി വരികയാണ്. ഇപ്പൊ ഒരു ഓണത്തിന്റെ ഒക്കെ ഒരു മൂടല്ലേ, ഇപ്പൊ ഒരു ഓണത്തിന്റെ ഒക്കെ സമയല്ലേ. അപ്പൊ ഇപ്പൊ ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല എന്ന് പറഞ്ഞാലേ എന്നെ പീഡിപ്പിച്ചു എന്ന് പൊതുമണ്ഡലത്തിലൊക്കെ വിളിച്ചു പറഞ്ഞ പെൺകുട്ടി പറയാണ്. പത്രക്കാർ ചോദിക്കുകയാണ്, അല്ല ഈ അന്വേഷണ സംഘം രൂപീകരിച്ചല്ലോ, നിങ്ങൾ വിശദമായ മൊഴി കൊടുക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോ ഇപ്പൊ അതിനൊന്നും സമയമില്ല, അപ്പൊ ഓണം ഞങ്ങളൊന്ന് അടിച്ചു പൊളിക്കട്ടെ, ഓണത്തിന്റെ ഈ അടിപൊളി ഒന്ന് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഞങ്ങൾ ഞാൻ തീരുമാനിക്കാം മൊഴി കൊടുക്കണോ കൊടുക്കട്ടെ എന്ന് ഞങ്ങൾ തീരുമാനിക്കാം. ഇതൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. ഇതാണ് ഈ എന്താ പറയാ പരാതിക്കാരി എന്ന് പറയുന്നത്. ഇതാ ഒന്നുകൂടി കേൾക്കണം. ഞാൻ ഇത്രയും കാര്യങ്ങളെ കുറിച്ചൊന്നും ഇങ്ങനെ ഇപ്പൊ ഈ ഒരു സന്ദർഭത്തിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇപ്പൊ ഒരു ഓണത്തിന്റെ ഒക്കെ സമയമായി വരികയാണ്. അപ്പൊ അതിന്റെയൊക്കെ ഒരു ആഘോഷ സമയങ്ങളിലൊക്കെയാണ്. അപ്പൊ എന്തൊക്കെയാണെന്നുള്ളത് എല്ലാവരും തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. കേസെടുക്കാനുള്ള ഒരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ആരെങ്കിലും വിവരങ്ങൾ തേടിയാൽ അത്തരം വിവരങ്ങൾ കൈമാറുമോ പോലീസിന്? മനസ്സിലായില്ലേ? പോലീസ് നിങ്ങളുടെ അടുത്തുനിന്ന് വിവരം തേടിയാൽ നിങ്ങൾ വിവരം കൈമാറുമോ എന്ന് ചോദിക്കുമ്പോൾ റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന ഈ മുതല് പറയാണല്ലോ, ഇപ്പൊ അങ്ങനെ തൽക്കാലം കൈമാറുന്നില്ല, ഇപ്പൊ ഓണക്കാലല്ലേ, ഞങ്ങളൊന്ന് അർമാദിക്കട്ടെ, ഓണൊക്കെ കഴിഞ്ഞിട്ട് സൗകര്യം പോലെ വേണമെങ്കിൽ നമ്മൾ ആലോചിക്കട്ടെ കൊടുക്കണ്ടെന്ന്. ഇതാണ് നമ്മുടെ അതിജീവിതകൾ എന്ന് പറയുന്ന ഈ പരാതി ഉന്നയിച്ചു എന്നൊക്കെ പറയുന്ന പെൺകുട്ടികളുടെ നിലപാട്. ഇനി അവന്തിക എന്തായാലും പരാതി കൊടുക്കാൻ വേണ്ടി വരില്ലല്ലോ. അവന്തിക പരാതി കൊടുത്താൽ പിന്നാലെ തന്നെ അന്നാരാജ്യം വരുമ്പോൾ പറയുന്നത് മുഴുവൻ പച്ചക്കള്ളാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇനി മുഖം അറിയാത്ത മറ്റേ 2 പെൺകുട്ടികളുടെ കാര്യമാണ്. അപ്പൊ ഇതൊക്കെയാണ് ദേശാഭിമാനിയുടെ ഈ പ്രത്യേക സംഘം അന്വേഷിക്കും എന്ന് പറയുന്ന കാര്യം. ജോർജ് ജോസഫ് വളരെ കൃത്യമായി ഈ കേസ് മുന്നോട്ട് പോകോ ഇല്ലേ എന്ന് ജോർജ് ജോസഫ് പറയുകയാണ്. അത് ആവന്തിക്കാത്ത സ്ത്രീ അവർ ഞങ്ങൾ തമ്മിൽ സൗഹൃദമുണ്ട് എന്ന് മാത്രമല്ല, ഞങ്ങൾ തമ്മിൽ അതിനകത്ത് അങ്ങനെ എന്നോട് മോശമായിട്ട് പ്രവർത്തിച്ചിട്ടില്ല എന്ന് ആവന്തിക പറഞ്ഞു. അടുത്ത രണ്ടാമത് റിനി, അവരാരെയും പേര് പറഞ്ഞിട്ടില്ല, അവരൊരു ഒഫൻസും റിലീവ് ചെയ്തിട്ടില്ല. മൂന്നാമത് അണി ഭാസ്കർ, അവരാരും ഇങ്ങനെ പേര് ഒന്നും പറഞ്ഞു. പിന്നെ എങ്ങനെയാണ് ഒരു കേസ് എടുക്കുക? ഈ 3 പേരല്ലാതെ ഇതുവരെ ആരും രംഗത്ത് വന്നില്ല. ഇൻഡയറക്റ്റ് ആയിട്ട് ഞാനും ആഷിമിനെ ഒരാൾ ചീത്ത വിളിച്ചെന്നോ എനിക്ക് പോയി പരാതി വിടാൻ ഒക്കുമോ? പറയാൻ പറ്റില്ല. ആദ്യം ഒരു കേസിനുമില്ല. അത് ആബന്ധിക്കാത്ത ഒരു സ്ത്രീ അവർ ഞങ്ങൾ തമ്മിൽ സൗഹൃദമുണ്ട് എന്ന് മാത്രമല്ല, ഞങ്ങൾ തമ്മിൽ അതിനകത്ത് അങ്ങനെ എന്നോട് മോശമായിട്ട് പ്രവർത്തിച്ചിട്ടില്ല എന്ന് ആബന്ധിക പറഞ്ഞു. അടുത്ത രണ്ടാമത് റിനി, അവരാരെയും പേര് പറഞ്ഞിട്ടില്ല, അവരൊരു ഒഫൻസും. ജോർജ് ജോസഫ് ഇത് കഴിഞ്ഞ ദിവസം 24 ന്യൂസ് ചാനലിലെ ഹാഷ്മിയായിട്ട് സംസാരിക്കുമ്പോഴാണ് ഈ ജോർജ് ജോസഫ് ഈ കാര്യം പറയുന്നത്. അപ്പൊ ജോർജ് ജോസഫ് വളരെ കൃത്യമായി പറയുന്നു ഈ കേസ് കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇത് ജോർജ് ജോസഫിന്റെ ഒരു ഓഡിയോ കൂടിയാണേ, ഒരു വീഡിയോ കൂടി. 154 ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അല്ലെങ്കിൽ 173 BNSS ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത അനുസരിച്ച് സോമോട്ടോ ആയിട്ട് കേസെടുക്കാന് ക്രൈംബ്രാഞ്ച് അധികാരമില്ല. ഈ 154 CRPC അല്ലെ 173 BNSS പറയുന്നത് ഓഫീസർ ഇൻചാർജ് ഓഫ് എ പോലീസ് സ്റ്റേഷൻ എന്നാണ് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ക്രൈംബ്രാഞ്ച് സോമോട്ടോ ആയിട്ട് കേസെടുക്കുന്നു എന്ന വാർത്ത വരുന്നു. നിയമപരമായി ക്രൈംബ്രാഞ്ചിന് കേസെടുക്കാൻ കഴിയുമോ? അതാണ് ഒരു പ്രസക്തമായ ചോദ്യം. സർക്കാരിന് നിയമോപദേശം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് ഇപ്പൊ പറഞ്ഞു വരുന്നത്. യഥാർത്ഥത്തില് ക്രൈംബ്രാഞ്ചിന് കേസെടുക്കാൻ കഴിയില്ല. കാരണം 154 ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അല്ലെങ്കിൽ 173 BNSS ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത അനുസരിച്ച് സോമോട്ടോ ആയിട്ട് കേസെടുക്കാന് ക്രൈംബ്രാഞ്ച് അധികാരമില്ല. അപ്പൊ ക്രൈംബ്രാഞ്ചിന് കേസെടുക്കാൻ അധികാരമില്ല എന്നാണ് ജോർജ് ജോസഫ് ഒന്നും കൂടി വ്യക്തമാക്കുന്നത്.
മുകേഷിനെതിരെ ഒരു പുതുമുഖ സിനിമാ നടിയായിരുന്നു തന്നെ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞ് ആരോപണം ഉന്നയിച്ചത്. അവരുടെ ഈ ഓഡിയോ ഞാൻ ഒരിക്കൽ കൂടി കേൾപ്പിക്കാം. അതിനു മുമ്പേ സതീദേവി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. ഇന്നത്തെ ഏറ്റവും പ്രസക്തമായ ഇന്നത്തെ ഓഡിയോ അല്ല വീഡിയോ ഇതാണ്. നിയമപരമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ജനപ്രതിനിധി ആ സ്ഥാനത്ത് നിന്ന് മാറണമെങ്കിൽ അതിന് പ്രത്യേകമായിട്ടുള്ള കാരണങ്ങളുണ്ട്. കോടതി ശിക്ഷിക്കുന്ന പക്ഷം 2 വർഷത്തിൽ കൂടുതൽ ശിക്ഷക്ക് വിധേയനാക്കി കഴിഞ്ഞാലാണ് MLA സ്ഥാനം രാജിവെക്കേണ്ടതായിട്ടുള്ളത്. അപ്പൊ സതീദേവി പറയുന്നത് 2 വർഷത്തിൽ കൂടുതൽ കോടതി ശിക്ഷിച്ചാൽ മാത്രം MLA സ്ഥാനം രാജിവെച്ചാൽ മതി എന്നാണ് ആര് പറയുന്നത് അറിയോ? വനിതാ കമ്മീഷൻ അധ്യക്ഷ സതീദേവി പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് അല്ല കേട്ടോ. രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണം. പക്ഷേ മുകേഷ് ആകുമ്പോ മുകേഷിനെ കുറിച്ചാണ് പറയുന്നത്. മുകേഷ് ആകുമ്പോ 2 വർഷത്തിൽ കൂടുതൽ കോടതി ശിക്ഷിച്ചെങ്കിൽ മാത്രം ഈ MLA സ്ഥാനം രാജിവെച്ചാൽ മതി എന്ന് സതീദേവി മുമ്പ് പറഞ്ഞ ഓഡിയോ ആണ്. കേസിന്റെ വിചാരണ നടക്കട്ടെ. നടന്ന് കോടതിയുടെ തീരുമാനം വന്നതിന് ശേഷം അദ്ദേഹത്തിന് തീരുമാനിക്കാമെന്നാണ്. അപ്പം വിചാരണയൊക്കെ കഴിഞ്ഞ് കോടതിയുടെ തീരുമാനമൊക്കെ വന്നു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് തീരുമാനിക്കാം രാജിവെക്കണോ വേണ്ടേ എന്ന് മുകേഷ് തീരുമാനിക്കാമെന്നാണ് സതീദേവി പറയുന്നത്. അപ്പൊ നോക്കിയാട്ടെ, ഈ CPM-ന്റെ ഒരു ഇരട്ടത്താപ്പ് നോക്കിയാട്ടെ. സതീദേവി എന്ന് പറയുന്നത് വനിതാ കമ്മീഷൻ അധ്യക്ഷ തന്നെ പറയാണ്, ഞങ്ങളുടെ MLA ആയ മുകേഷ് രാജിവെക്കേണ്ടതില്ല. മുകേഷിനെതിരെ പിണറായിയുടെ പോലീസ് അന്വേഷണം നടത്തി, FIR ഇട്ട്, കേസായി, കോടതിയിലെത്തി, കുറ്റപത്രം സമർപ്പിച്ച് ആ കേസ് നടപടികൾ മുന്നോട്ട് നീങ്ങുകയാണ്. അപ്പോഴാണ് സതീദേവി പറയുന്നത് MLA സ്ഥാനം മുകേഷ് രാജിവെക്കണ്ട. കാരണം എന്താണ്? കോടതി വിചാരണയൊക്കെ കഴിയട്ടെ, വിചാരണ കഴിഞ്ഞിട്ട് കോടതി 2 വർഷത്തിൽ കൂടുതൽ മുകേഷിനെ ശിക്ഷിക്കുകയാണെങ്കിൽ മുകേഷ് രാജിവെക്കേണ്ടതാണ്. ഇതേ സതീദേവിയാണ് ഇപ്പം പറയുന്നത് രാഹുൽ മാങ്കൂട്ടൻ രാജിവെക്കണം. രാഹുൽ മാങ്കൂട്ടം ഒരു പെൺകുട്ടിയെയും ബലാത്സംഗം ചെയ്തു എന്നുള്ള പരാതി വന്നിട്ടില്ല. രാഹുൽ മാങ്കൂട്ടം ഒരു പെൺകുട്ടിയെയും ഈ രീതിയിൽ ആക്രമിച്ചതായോ അല്ലെങ്കിൽ ലൈംഗിക ചൂഷണം നടത്തിയതായോ ഒരു തരത്തിലുള്ള ആരോപണവും വന്നിട്ടില്ല. ആരോ എവിടെയോ എന്തോ 2 മെസ്സേജ് അയച്ചു എന്നുള്ളൊരു കാര്യമാണ് നമ്മുടെ മുന്നിൽ എത്തിയത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഗർഭം വീണ്ടും ഞാൻ ആവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ. ഗർഭം രാഹുൽ മാത്രം വിചാരിച്ചാൽ ലോകത്തെ ഒരു പെൺകുട്ടിക്കും ഗർഭം ഉണ്ടാവില്ല. അന്തം കമ്മികളെ, അത്യാവശ്യം ജീവശാസ്ത്രം പഠിക്കണല്ലോ. ഇതൊക്കെ ഹൈസ്കൂളിൽ പഠിക്കേണ്ട കാര്യമാണ്. അന്നും ഈ വേണ്ട സമയത്ത് ഇതൊന്നും പഠിക്കാത്തതിന്റെ ഏറ്റവും വലിയ തകരാറാണ്. ഗർഭം എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ആദ്യം പഠിച്ചു വാ, എന്നിട്ട് ഷാഫിനെ തടയാൻ പോകട്ടോ. അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ ഈ പറയുന്ന സതീദേവിയോട് ഈ പഴയ വീഡിയോ കാണിച്ചു കൊടുത്തിട്ട് പറയും എന്താ പുതിയ അഭിപ്രായം തിരുത്തുന്നുണ്ടോ എന്ന് ചോദിക്ക്. പിന്നെ എന്താ പറയേണ്ടത്, ഷാഫി പറമ്പിലിനെ തടയാൻ പോകുമ്പം സ്വന്തം നേതാവ് ആർഷോവിനോട് ചോദിക്കും, ഈ പെൺകുട്ടി CPI-കാരിയായ പെൺകുട്ടി പറഞ്ഞ എന്തിനാ സഖാവേ ആ പെൺകുട്ടിയുടെ മാറുപോയി പിടിച്ചത്, എന്തിനാണ് അവളെ ലഭ്യം പറഞ്ഞത് എന്ന് ചോദിക്ക് കേട്ടോ. എന്നിട്ട് ഷോ കാണിച്ചാൽ മതി. ഷാഫി ഷോ കാണിക്കുന്നതാണ് പറഞ്ഞത്. ഷാഫി ഷോ കാണിക്കാന്നാണ് ഇവർ പറയുന്നത്. ഷോ കാണിക്കുന്നത് ഈ പറയുന്ന അന്തം കമ്പികളാണ്. ഇപ്പൊ തൽക്കാലം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. ഇതൊന്നും ഞാൻ എന്റെ കയ്യിൽ നിട്ടതല്ല. അത് വ്യക്തമായ ഈ വീഡിയോ ക്ലിപ്പിങ്ങിലൂടെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞ് എന്താ പറയാ പാറിപ്പറക്കുന്ന ഈ വീഡിയോ ക്ലിപ്പുകളിലൂടെയാണ് ഞാൻ ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. പഴയ പോലില്ല, കാര്യങ്ങൾ മാറി. ദേശാഭിമാനി ഇങ്ങനെ ഇത്രയും ഒരു പേജ് മുഴുവൻ കൊടുത്തു കഴിഞ്ഞാലും, ഈ പത്രം മുഴുവൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇങ്ങനെ അലറിക്കരഞ്ഞാലും ദേശാഭിമാനി എന്ന് പറയുന്ന ഒരു സാധനം ഇത് വാങ്ങുന്നവർ പോലും വായിക്കുന്നില്ല. പക്ഷെ സോഷ്യൽ മീഡിയയിൽ വളരെ കൃത്യമായി കാര്യങ്ങളൊക്കെ അപ്പം ഇതൊക്കെ ഇനി ഒരുപാട് ഇത്തരത്തിലുള്ള വീഡിയോ ക്ലിപ്പുകൾ കിടക്കുന്നു. ഗോവിന്ദൻ മാഷ് പറഞ്ഞത് എന്താ പറയാ സഖാക്കന്മാർക്കെതിരെ ലൈംഗിക ആരോപണം ഉണ്ടാകുമ്പോൾ ഗോവിന്ദൻ മാഷ് പറയുന്നത് അത് അവിടുന്ന് ഇവിടുന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ നടപടി ഇട്ടാണ് ചോദിക്കുന്നത്. പത്രത്തിലും ചാനലുകളിലൊക്കെ പലതരത്തിലുള്ള ഈ ആരോപണങ്ങളൊക്കെ ഉണ്ടാവും. നേരത്തെ ഒരു ചാനൽ ചർച്ചയിലൊക്കെ സജീവമായിരുന്ന ഒരു യുവ നേതാവിനെതിരെ ലൈംഗിക ആരോപണം അയാളെ കാണുന്നില്ല കേട്ടോ. അയാളെ കാണുന്നില്ല. പണ്ട് ഭയങ്കര അലറി എന്താ പറയാ ഭയങ്കര തീഷ്ണമായ തീപ്പൊരിച്ച് തെറിയ ഒരു യുവ നേതാവായിരുന്നു. അദ്ദേഹത്തെ ഇപ്പം ഇത്തരത്തിലുള്ള ചാനൽ ചർച്ചകളൊന്നും പങ്കെടുപ്പിക്കാറില്ല. അദ്ദേഹത്തിനെതിരെ സ്ത്രീ പീഡന ആരോപണം ഉയർന്നപ്പോ അയാളെ പതുക്കെ മാറ്റി നിർത്തിയതാണ്. ഇയാൾക്കെതിരെ കേസെടുക്കുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇയാൾക്കെതിരെ വന്ന ആരോപണങ്ങളെ കുറിച്ചോ ഒക്കെ ചോദിച്ചപ്പോൾ ഗോവിന്ദൻ പറഞ്ഞത് അതെന്തോ ചില ആരോപണങ്ങൾ, അങ്ങനെ ആരോപണങ്ങളൊക്കെ കേട്ടാൽ ഞങ്ങൾ എന്തെങ്കിലും നടപടി ഇട്ടണമെന്ന് ചോദിച്ചത്.
ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് എവിടുന്നോ ആരോ എന്തോ പറഞ്ഞു കേട്ട എന്തായാലും MLA സ്ഥാനം രാജിവെക്കണം. അതിൽ കുറഞ്ഞ പണിയൊന്നുമില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. ഇത് എത്ര കാലം നിങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ് നടക്കാൻ പറ്റും? കളി മാറുകയാണ്. അതെന്നെങ്കിലും ഒന്ന് മനസ്സിലാക്ക്. കാരണം ഇപ്പൊ പൊതുമണ്ഡലത്തിൽ നിങ്ങൾക്ക് ഏറ്റവും മോശമായി പറഞ്ഞ ഇപ്പൊ സംഭവം എന്താണെന്നറിയോ? ഇപ്പൊ ഓരോരോ പഴയ നേതാക്കന്മാരെ കുറിച്ചുള്ള ഈ എന്താ പറയാ വീഡിയോ ക്ലിപ്പുകൾ ഇങ്ങനെ ഇറങ്ങുകയാണ്. കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. കടകംപള്ളി സുരേന്ദ്രൻ വേറൊരു സ്ത്രീയെ റെയിൻകോട്ടൊക്കെ കൊടുത്തും കണ്ട് തന്റെ അടുത്തേക്ക് ക്ഷണിക്കുന്നതിന്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ട്. എന്തിനാണ് വെറുതെ ഇങ്ങനെ ഈ മലർന്നു കിടന്ന് തുപ്പുന്നത് അന്തം കമ്മികളെ? നിർത്തിക്കൂടെ? ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം കേട്ടോ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.